എന്ന ധാരണ നമുക്കുണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ വേദഗ്രന്ഥത്തിൽ ഒരു വാചകമുണ്ട്, സൂറത്തുൽ റൂമിൽ 30-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ അല്ലാഹു പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ മുഖത്തെ ദീനിന് ഋജുമനസ്കനായ അല്ലാഹുവിനെ നിങ്ങൾ നേരെ തിരിക്കുക. ഫിത്രത്തല്ലാഹില്ലദീ ഫത്തറന്നാസ അലൈഹ, ഏറ്റവും ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ലാ തബ്ദീല ലിഖൽഖില്ലാ, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ യാതൊരു മാറ്റവുമില്ല. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് നേരായ ദീൻ. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, അധികം ആളുകൾക്കും അതറിയില്ല എന്നുള്ളതാണ്. നിങ്ങളോട് ഞാൻ പറയുക, ഇത് നിങ്ങൾ ഒരു വേദവാക്യം എന്ന അർത്ഥത്തിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ മുറുകെ പിടിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ഒരു സൂക്തമാണ് എന്നാണ് ഞാൻ പറയുക. മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ആ ശുദ്ധ പ്രകൃതി, അതിന് വിരുദ്ധമായ ഓരോ ഇടപെടലുകൾ നടക്കുന്നതിന് മുമ്പാണ് നിങ്ങളുടെ കയ്യിൽ ആ കുട്ടികളെ കിട്ടുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിരിക്കുന്ന ഈ ശുദ്ധ പ്രകൃതിയെ അതിന്റെ അടുത്ത തലത്തിലേക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്തമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ലാ തബ്ദീല ലി ഖൽഖില്ല എന്ന് പറയുന്നിടത്ത് ചില പണ്ഡിതന്മാർ പറയുന്നത്, ലാ തബ്ദീല ലി ഖൽഖില്ല എന്ന് പറയുന്നത്, അങ്ങനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യന്റെ ഈ ശുദ്ധ പ്രകൃതിയെ നിങ്ങൾ മാറ്റിമറിക്കരുത് എന്നും അർത്ഥമുണ്ട് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ മനുഷ്യന്റെ ഈ ശുദ്ധ പ്രകൃതി മാറ്റിമറിക്കാതെ അതിന്റെ സ്വാഭാവികമായ വളർച്ചയ്ക്ക് ആവശ്യമായ മെന്ററിംഗ് നിർവഹിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. പ്രവാചകൻ ഒരിക്കൽ